സുൽത്താനുല്ലമക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. ഞാൻ ഇത് പറയാൻ കാരണം, ഞാനിപ്പോ ഇന്നിങ്ങനെ വരുമ്പോ പല സ്ഥലത്തും സുൽത്താനുല്ലമയുടെ ഫോട്ടോ, എന്റെ ഫോട്ടോവും വേറെ പലരുടെയും ഫോട്ടോവും പല സ്ഥലത്തും ഇങ്ങനെ ഈ ഫ്ലക്സ് ആക്കിയിട്ട് വെച്ചതായി കണ്ടു. ഉസ്താദിനത് തീരെ ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംഘടനകളും നമ്മളുടെ പരിപാടികളിലൊന്നും അങ്ങനെ ഫോട്ടോ വെക്കുന്ന പരിപാടി ഇല്ലായിരുന്നു. ഇപ്പൊ ഒരു ഏകദേശം 1.5 കൊല്ലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളാളുകളും ആ ഒരു പരിപാടി തുടങ്ങിയതായി കാണുന്നുണ്ട്. അതൊരു നല്ല പരിപാടിയാണ് എന്ന് വിചാരിച്ച്, ഒരു സൽക്കർമ്മമാണ് എന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യണ്ട. എല്ലാം സൽക്കർമ്മമാണെന്ന് വിചാരിക്കാൻ പാടില്ല. ഞാൻ ഇന്ന് ഒരു പള്ളിയിൽ കയറി വരുന്ന സമയത്ത് അവിടെ കയറിയിട്ട് ഒന്ന് ഒതുവെടുത്ത് നിസ്കരിച്ച് വരാന്ന് വിചാരിച്ചു. പള്ളിയിൽ കയറി ഒതുവെടുത്ത് വരുമ്പോ തലപ്പാവ് ധരിച്ചിട്ടില്ല. ഒതുവെടുക്കുമ്പോ തലപ്പാവ് ഊരി വെക്കുമല്ലോ, തലപ്പാവ് ധരിച്ചിട്ടില്ല. അങ്ങനെ ഇങ്ങനെ കയറി വരാണ്, കൈയൊക്കെ കയറ്റി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴുണ്ട് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ഫോട്ടോ എടുക്കും. സുബ്ഹാനല്ലാഹ്, എന്തിന് ഈ തലപ്പാവില്ലാത്ത ഫോട്ടോ? ഞാൻ പറഞ്ഞു, മോനെ ഫോട്ടോ എടുക്കണ്ട, അയച്ചാളാണ്, ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം അങ്ങനെ ആൾക്കാർക്ക് എല്ലാം ഫോട്ടോ എടുക്കണമെന്നൊരു ധാരണയാണ്. അങ്ങനെ എല്ലാം ഫോട്ടോ എടുക്കാൻ പോരും, എല്ലാ സ്ഥലത്തും ഫോട്ടോ വേണമെന്നുള്ള ധാരണ ഉണ്ടാകരുത്. സുബ്ഹാനല്ലാഹ്, ഒരാൾ കക്കൂസ് കയറുമ്പോ അന്നേരം ഒരു ഫോട്ടോ എടുക്കുക, അതിന് ഇറങ്ങുമ്പോ പിന്നെ ഒരു ഫോട്ടോ എടുക്കും. അങ്ങനെ കാണുന്ന സ്ഥലത്തൊക്കെ ഫോട്ടോ. അത് പോയി പോയി എവിടെ എത്തി? കഅബ തവാഫ് ചെയ്യുമ്പോ പലർക്കും ഇപ്പോൾ ഖുശൂഇല്ല, ഭക്തിയില്ല. കഅബ തവാഫ് ചെയ്യുമ്പോ ഫോട്ടോ പിടിക്കണം എന്ന ചിന്തയായി അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദറത്തിൽ ചെന്ന് സലാത്തും സലാമും ചൊല്ലി വളരെ ആദരവോടെ ബഹുമാനത്തോടെ നബി സല്ലല്ലാഹു നിങ്ങളുടെ മുമ്പിൽ പോയി സലാം പറയുമ്പോ അവിടെയും റസൂലുള്ളാഹിനോട് ബഹുമാനമല്ല, ഇത് ഫോട്ടോ എടുത്തിട്ട് നാട്ടിലെത്തിക്കണം എന്ന ചിന്തയായി പോയി. അങ്ങനെ നമ്മൾ അതപ്പതിച്ചു പോകാൻ പാടില്ല. നമുക്ക് ആത്മീയ ചിന്തകൾ വേണം, ആത്മീയ ചിന്തകൾ വേണം. വേറെ പലരും ഇങ്ങനെ ഫോട്ടോ പ്രദർശിപ്പിക്കുന്നുണ്ടല്ലോ, അവര് പ്രദർശിപ്പിച്ചോട്ടെ, നമ്മൾ അതിന് നിൽക്കേണ്ടതില്ല. അതൊരു പുണ്യകർമ്മമാണെന്ന് ധരിക്കാൻ പാടില്ല എന്ന് ഞാൻ ഉണർത്തുകയാണ്. അതേ സമയത്ത് അതൊരു പച്ച ഹറാമാണെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് സുന്നത്ത് ഇമാന്റെ പുറത്തു പോകുന്നു എന്നൊന്നും നമ്മൾ പറയാത്തത് അറിവില്ലാത്ത ചിലരങ്ങനെ ചെയ്യുമ്പോ അങ്ങനെ വിധിക്കുന്നില്ല. പക്ഷേ അതൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇതുപോലെ ഉണ്ടല്ലോ, ചിലർക്ക് ഭക്ഷണം കഴിക്കുമ്പോ കോയിന്റെ കാല് കടിക്കുമ്പോൾ ഫോട്ടോ കിട്ടണം, വല്ലാത്ത നിർബന്ധമാണ്. വേറെ ചിലർക്ക് കുപ്പിയിൽ വെള്ളം കിട്ടി മന്ത്രിക്കുമ്പോൾ ഫോട്ടോ എടുക്കണം. എന്നിട്ട് പിറ്റേ ദിവസം ഇതാ വെള്ളത്തിൽ തുപ്പി എന്ന് പറഞ്ഞിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് പ്രചരിപ്പിക്കാൻ അവസരം ഉണ്ടാക്കണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ അനാവശ്യങ്ങൾ ഒഴിവാക്കണം, ആവശ്യമുള്ളത് മാത്രം ജീവിതത്തിൽ പകർത്തണം. നമ്മൾ ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കണം.